പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദേവലക്കര പഞ്ചായത്തിൻ്റെ 5-ാം വാർഡും 6-ാം വാർഡും സ്ഥിതി ചെയ്യുന്ന റോഡിൻ്റെ നിജസ്ഥിതി, റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ വിവരിക്കുന്നത്. വളരെ ദയനീയമായ വെള്ളക്കെട്ടും ഒരുപാട് കട്ടുകളും നിറഞ്ഞ ഒരു റോഡിൻ്റെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഈ ദേവലക്കര പഞ്ചായത്തിൽ എഴുതപ്പെട്ട എല്ലാ പോക്കറ്റ് റോഡുകളും ഇതിനെക്കാട്ടി കഷ്ടമായിട്ട് കിടക്കുക. പരാതികളൊക്കെ പഞ്ചായത്ത് ഓഫീസിൽ എത്തിക്കുന്നുണ്ടെങ്കിലും ഒരു പ്രയോജനമില്ലാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. പഞ്ചായത്ത് ഓഫീസിൽ നമ്മൾ പരാതി കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പരാതി അവർ കാണുന്നു, എന്തെങ്കിലും ഒരു ചെറിയ തീരുമാനം എടുക്കുമെന്നുള്ള പ്രതീക്ഷയോടാണ് നമ്മൾ ഈ കൊടുക്കുന്നത് തന്നെ. ഇത്രയും പ്രിയപ്പെട്ടവരെ, ഈ റോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോപ്പുമുക്കിൻ്റെ ഭാഗത്തുള്ള തോപ്പുമുക്കി സ്വലം പടിഞ്ഞാറ് മാറി തപാൽ ഓഫീസിൻ്റെ അടുത്ത് നിന്ന് തെക്കോട്ട് കയറി ഏതാണ്ട് ഗുരുമന്ദിരം വരെയുള്ള റോഡാണ്. ഈ റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് വർഷങ്ങൾക്ക് മുമ്പെങ്ങാണ്ട് ഏതാണ്ടും ചെയ്തതാണ്. ഇതിനിടയ്ക്ക് എന്തൊക്കെയോ വന്നൊന്ന് കുത്തിപ്പൊളിക്കുകയും ഒരു കനാൽ നിർമ്മിക്കുകയൊക്കെ ചെയ്തു. അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കുഞ്ഞുങ്ങൾ, തൊട്ടടുത്തൊരു സ്കൂളുണ്ട് കേട്ടോ, ആ സ്കൂളിലോട്ട് കുഞ്ഞുങ്ങൾ പോയി ഒത്തിരിയും കുഞ്ഞുങ്ങളവിടെ മറിഞ്ഞു വീണ് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്. ഇതൊന്നും സത്യത്തിൽ ആരും അറിയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആര് ചൂണ്ടിക്കാട്ടിയാലും അവർ തെറ്റുകാരെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കുന്ന സമൂഹമുള്ള നമ്മുടെ നാടാണ് ഈ നാട്. നമ്മളിപ്പോൾ ഒരു നല്ല കാര്യം ചെയ്താലും തെറ്റിനോട് വ്യാഖ്യാനിച്ച് അതിനെ കാണുന്ന കുറച്ച് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് കുറച്ച് വീഡിയോയും കാര്യങ്ങളുമായിട്ട് നജീം കിളങ്ങര ഒറ്റയ്ക്ക് പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുകയാണ്. ആ വീടിൻ്റെ എല്ലാ പരിസരത്തുള്ളവരും ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പഞ്ചായത്തിൽ ഒരു അപേക്ഷ സമർപ്പിക്കുന്നുണ്ട്. അതിലുപരി ഇതിന് ബാക്കിയുള്ള നടപടികളെക്കുറിച്ച് നല്ല രീതിയിൽ പ്രവർത്തനരഹിതമായിട്ട് പ്രവർത്തിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഈ റോഡിൻ്റെ അവസ്ഥ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിലേക്കൂടെ പോയിട്ടുള്ളവർക്കെല്ലാം മനസ്സിലാവുന്നതാണ് ഈ റോഡിൻ്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്. വളരെ മോശമായ സാഹചര്യം, പ്രത്യേകിച്ച് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ് മഴയല്ലാതെ തന്നെ കട്ടറിൻ്റെ പുറത്ത് കട്ടറോട് കട്ടറാണ്. ഇതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ആർക്ക് പരാതി കൊടുക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ഇങ്ങനെ നടക്കുന്നതല്ലാതെ പരാതി നമ്മൾ ആർക്കെങ്കിലും ഒക്കെ കൊടുക്കുന്നുണ്ട്, അത് മൂവരൊക്കെ എടുക്കുന്നില്ല എന്നാണ് സത്യം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ടേ നമ്മുടെ അധികാരികളിലൊന്ന് എത്തിച്ചു കൊടുക്കണം. അധികാരികളെല്ലാം അറിയേണ്ട വിഷയങ്ങളായത്. അവരറിയാതിരിക്കുന്നതുകൊണ്ടായിരിക്കാം പലരും ചെയ്യാതിരിക്കുന്നത്. ഇങ്ങനെങ്കിലും കണ്ടെന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അവർ ചെയ്യട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ കാര്യത്തിനൊന്ന് ആത്മാർത്ഥമായിട്ട് ഇറങ്ങിത്തിരിക്കണം. നമ്മളെപ്പോലുള്ള ജനങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ മാത്രമേ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന സ്ഥിതിയാണ് നമുക്കെല്ലാവർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു തുടക്കമെന്ന നിലയിൽ, ഇങ്ങനെ തുടക്കങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും ഒരു തുടക്കമെന്ന നിലയിൽ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് വേണം. പ്രത്യേകിച്ച് ആ പരിസര പ്രദേശത്തുള്ള എല്ലാവരും ആക്റ്റീവായി തന്നെ പ്രവർത്തനം കാഴ്ചവെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വിദ്യാഭ്യാസത്തിന് പോകുന്ന കുട്ടികളുടെ കാര്യം, വേറെ ആരുടെയും കാര്യം ആരും ചിന്തിക്കേണ്ട, കുട്ടികളുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് നോക്കുക. അവരുടെ സേഫ്റ്റിക്കായിട്ടെങ്കിലും നമുക്ക് ഈ റോഡ് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ പഞ്ചായത്തിനോടും അധികാരികളോടും ചോദിക്കാം.